യോ ഗൈസ് മൈക്കോണല്ലേ ഓക്കെ ഗൈസ് അങ്ങനെ മൂവി കണ്ടു. അടിപൊളി മൂവിയാണ്. നിങ്ങൾക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണ ബ്രെയിൻ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം ഇത് അങ്ങനെ കണ്ടൊരു മൂവിയാണ്. പക്ഷേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പടത്തിൻ്റെ ക്യാപ്ഷനിൽ തന്നെ അതാണ് നോ ലോജിക്ക് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഇത് ഈ ക്രിസ്മസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പക്ക ഫൺ എൻ്റർടൈനർ മൂവിയാണ്. സോ ഇതിലെ ആക്ഷൻ ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും ക്യാമിയോസ് ആണെങ്കിലും റെഫറൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. കോമഡി ആയിക്കോട്ടെ, നമ്മൾ സ്ഥിരം ദിലീപിൻ്റെ പഴയ മൂവീസിൽ കണ്ട ടൈപ്പ് ഒരുമാതിരി വൾച്ച കോമഡീസ് അല്ല എല്ലാം എന്നാൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഇട നമ്മൾ കണ്ട ദിലീപിൻ്റെ പല മൂവീസിലും പഴയ ടൈപ്പ് കോമഡി തന്നെയാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. കുറച്ചുകൂടെ ലൈക്ക് സിറ്റുവേഷണൽ കോമഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കോമഡീസാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരുപാട് പഴയ മൂവീസിൽ നിന്ന് പല റെഫറൻസും അതുപോലെ തന്നെ പല പഴയ ക്യാരക്ടേഴ്സും ഒക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ഉള്ള പോലെയും സെക്കൻഡ് ഹാഫ് ഒരുപാടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പക്ഷേ സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും. സെക്കൻഡ് ഹാഫിലാണ് ലാലേട്ടൻ്റെ എൻട്രി. അത് ഈ നമുക്ക് ഈ ഒരു പടത്തിന് ഒരു പുതിയ എനർജി കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് എനർജിയെ കയറി വന്ന് ചാർജായി എന്നൊക്കെ പറയുന്ന പോലെ അതും അടിപൊളിയായിട്ടും. പിന്നെ പറയാനുള്ളത് ഈ മൂവിയുടെ ഒരു മ്യൂസിക് ഇന്നലെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഹെയ്റ്റ് അതിന് വന്നു. പക്ഷേ ഇത് നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ മ്യൂസിക് ഇടുമ്പോൾ എനിക്കത്ര വലിയ അരോചകമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. അതൊന്നും വേറെ ഈ മൂവിനെ ബാധിക്കണേ ഇല്ല. കാരണം അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ബാക്കി പല കാര്യങ്ങളും ഇപ്പോൾ ഇതിലെ ആക്ഷനാണെങ്കിലും അതെടുത്ത് വച്ചിരിക്കുന്ന രീതിയാണെങ്കിലും അതൊക്കെ നൈസാണ്. അതൊക്കെ അടിപൊളിയാണ്. ഇൻ്റർവെല്ല ആ ഒരു ഫൈറ്റ് സീനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ആകെ വിഷമം എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സും ചില കാര്യങ്ങളും ഈ മൂവിയിൽ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കൊടുക്കാം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. അത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഇപ്പോൾ നമ്മൾ ആ CID മൂസയിലുള്ള ആ ഒരു കാറാണെങ്കിൽ അതൊക്കെ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. ഇതിൽ വരുന്ന ഓരോരോ ക്യാമിയോസ് ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയോ ക്യാരക്ടർ ഉണ്ട്. അതും നൈസാണ്. അതിൻ്റെ ഒപ്പം ഇട്ടേക്കുന്ന മ്യൂസിക്കും BGM എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കൊള്ളാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി പോലത്തെ മൂവിയൊക്കെ ഇല്ലേ, അതുപോലത്തെ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ മൂവി ഇഷ്ടപ്പെടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞാൽ ഇതൊരു എൻ്റർടൈനർ മൂവിയാണ്. ഇതിൽ ലോജിക്കോ അങ്ങനത്തെ കാര്യമൊന്നും നോക്കരുത്. എന്നിട്ട് മൂവി കണ്ടിറങ്ങി വന്നിട്ട് അത് ശരിയായില്ല അതെന്താ ഇങ്ങനെ എടുത്ത് എന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അത് മൺപത്തരമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. സോ അങ്ങനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഈ മൂവി നിങ്ങൾ കാണാൻ പോയത്. ഈ മൂവിയുടെ ലാസ്റ്റ് ഒരു ക്ലിഫ് ഹാങ്ങർ ഇട്ടിട്ടാണ് പോയേക്കുന്നത്. സോ എനിക്കറിയില്ല, ചിലപ്പോൾ മേ ബി ഇതിനൊരു സെക്കൻഡ് ഹാഫ് ഒരു സെക്കൻഡ് പാർട്ട് കാണുമായിരിക്കും. എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതിന് ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ മൂവി കഴിഞ്ഞു. നമുക്ക് അതങ്ങ് എൻഡ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. മൊത്തത്തിൽ പറഞ്ഞൊരു ഭ്രാന്ത് മൂവി. ഇതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഈ ഒരു ക്രിസ്മസിന് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അടിപൊളി എൻ്റർടൈനർ മൂവിയാണ്. സോ പൈസ മുതലാവും എന്നെനിക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ കണ്ട മൂവിയാണ്. ഇത് OTTയിൽ കണ്ടായിരിക്കും അത്ര OTTയിൽ എനിക്കിത് വർക്കാവുമെന്ന് തോന്നുന്നില്ല. OTTയിൽ കാണുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും നല്ലത്. അവസാനത്ത് OTTയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെ പൊങ്കാലയിടാൻ കുറേ ആൾക്കാർ വരും. സോ എനിവേ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നോക്കുക. സോ അടുത്തൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. ബൈ.